മാലാഖക്കൂട്ടം.com ഗുഡ്നസ് ടിവിയുടെ കൊച്ചുകൂട്ടുകാർക്കായുള്ള ഈ ഒരു നല്ല പ്രോഗ്രാമിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ സ്വർഗത്തിലേക്ക് ഈശോടത്ത് കളിക്കാൻ ചിരിക്കാനും ഇവിടെ ആയിരിക്കുന്നത് സെന്റ് മേരീസ് തേശ്ശേരി പള്ളിയിലെ കൊച്ചു കൂട്ടുകാരാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ സ്വർഗത്തിലെ രസക്കാഴ്ചകൾ കാണാനായിട്ട് നിങ്ങളുടെ മനസ്സും ചിന്തയും ഒക്കെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമുക്ക് ആരംഭിച്ചാലോ? ഹാപ്പിയാണോ? നമുക്കിന്ന് ഈശോടത്ത് ചിരിക്കാം, കളിക്കാം, സ്വർഗത്തിലെ മാലാഖമാരെ പോലെ ആടിപ്പാടി രസിക്കാം. എന്ത് ചെയ്യാം? സ്വർഗത്തിൽ വേറെ പണിയൊന്നുമില്ല. പണിയുണ്ടോ? വേറെ വല്ല പണിയുണ്ടോ? ഇല്ല. മാലാഖമാർക്ക് സദാ സമയം ഒറ്റ ഋതത്തിൽ ഒറ്റ താളത്തിൽ ആരാധന മാത്രമേ ഉള്ളൂ. നമ്മളും ഇതേപോലെ ഇന്ന് ആരാധിക്കാനും ഈശോയെ സ്നേഹിക്കാനും പോവാണ്. ബൈബിളിൽ ഒരു വാക്ക് ചേട്ടൻ പറയാം. സങ്കീർത്തനം 37:4 പറഞ്ഞേ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എന്താ ചെയ്യേണ്ടത്? അപ്പൊ കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയാ? പ്രാർത്ഥന കർത്താവിൽ ആനന്ദിക്കലാണ്. പിന്നെ എന്തൊക്കെയുള്ളത്? കുർബാന കാണുന്നത് കർത്താവിൽ ആനന്ദിക്കലാണ്. പിന്നെ ആരാധന, കൊന്ത, നമ്മുടെ വീട്ടിലെ കൊന്ത നമസ്കാരം, എല്ലാ പ്രാർത്ഥനയും ശരിക്കും പറഞ്ഞ കർത്താവിൽ എന്ത് ചെയ്യാണ്? അല്ലേ? എല്ലാ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്താണ്? ഈശോ അല്ലേ? ഈശോ അല്ലേ എല്ലാത്തിന്റെ ഉള്ളടക്കം? അപ്പോ കർത്താവിൽ ആനന്ദിക്കാന്ന് പറഞ്ഞാൽ എല്ലാ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിൽ ആനന്ദിക്കലാണ്. അപ്പൊ നമുക്ക് അതിന് ഇങ്ങനെ ഒരു പേര് കൊടുക്കാം. പ്രാർത്ഥനയാണ് കർത്താവിൽ ആനന്ദിക്കുക. എന്താണ് കർത്താവിൽ ആനന്ദിക്കുക? പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥിക്കും. ബൈബിൾ എഴുതിയേക്കാണ് സങ്കീർത്തകൻ 37:4 കർത്താവിൽ ആനന്ദിക്കണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ആനന്ദിച്ച് മുന്നോട്ട് പോകാം. മറ്റൊന്നിലല്ല ആനന്ദിക്കുന്നത്. ടിവിയിൽ ആനന്ദിക്കാനാണോ പറഞ്ഞേ? ടിവിയിൽ ആനന്ദിക്കാനാണോ? ഗെയിം ഓൺലൈൻ ഗെയിമിൽ ആനന്ദിക്കാനാണോ? അല്ല അല്ലേ? കുറെ കളിക്കണം, എന്നാലും കുറെ കളിയിൽ മാത്രം ആനന്ദിക്കാനാണോ? അല്ല, കർത്താവിൽ ആനന്ദിക്കാം. അപ്പൊ ഇന്ന് മാലാഖക്കൂട്ടം.com സ്വർഗത്തിലെ ആദ്യ രസക്കാഴ്ച ഫസ്റ്റ് സെഗ്മെന്റ് ആണ്. ഈശോയ്ക്ക് സ്തുതി പാടാം. പറഞ്ഞേ. ഈശോയ്ക്ക് സ്തുതി പാടാം. ഒരു കൊച്ചു പാട്ട് നമ്മൾ വേഗം പഠിക്കാൻ പോവാണ് ഈശോയുടെ കൂടെ കളിക്കാനായിട്ട്. റെഡി? കയ്യിലൊരു തപ്പെടുത്ത് സ്വർലോകം നോക്കി ഡുണ്ടുണ്ടും ഡുണ്ടുണ്ടും കൊട്ടിപ്പാടിടാം. പാടിക്കേ. തപ്പെടുത്ത് സ്വർലോകം നോക്കി ഡുണ്ടുണ്ടും ഡുണ്ടുണ്ടും കൊട്ടിപ്പാടിടാം. രക്ഷകനാം യേശുവിനെ വാഴ്ത്തിപ്പാടിടാം. രക്ഷകനാം യേശുവേ വാഴ്ത്തിപ്പാടിടാം. ജിൽ 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 പട 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 ജിൽ 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 തന്താനോ തന്താനോ നൃത്തമാടിടാ. തന്താനോ സുന്ദരനാമീശോ സുന്ദരമീ ഭൂമിയിൽ സുന്ദരനാം എന്നെ സ്വന്തമാക്കിയേ. പഠിക്കൂ. സുന്ദരനാമീശോ സ്വന്തമാക്കിയേ. കുടലൂതി പാടിടാം, കിന്നരങ്ങൾ മീട്ടിടാം. കുടലൂതി പാട്. തന്താനു തന്താനു നൃത്തമാടിടാം. പഠിച്ചോ? പഠിച്ചോ? ഓക്കെ, എന്നാ നമുക്ക് ഒന്ന് ഡാൻസ് പഠിച്ചാലോ? സുന്ദരനാമീശോ സുന്ദരമീ ഭൂമിയിൽ ആരെ സ്വന്തമാക്കി? എന്താ പറയ്? ആരെ സ്വന്തമാക്കി? കയ്യിലൊരു തപ്പെടുത്ത് സ്വർലോകം നോക്കി ഡുണ്ടുണ്ടും ഡുണ്ടുണ്ടും കൊട്ടിപ്പാടി. ചെയ്തോക്കെ. കയ്യിലൊരു ഡുണ്ടും ഡും 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 കൊട്ടിപ്പാടിടാം. രക്ഷകനാം യേശുവിനെ വാഴ്ത്തിപ്പാടിടാം.
രക്ഷകനാം ജിൽ 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 പട 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 ജിൽ ജിൽ ജിൽ. ആ ജിൽ ജിൽ. ഇവിടെ നോക്കിയേ. തന്താനോ തന്താനോ നൃത്തമാടിടാം. റെഡി? തന്താനോ സുന്ദരനാമീശോ സുന്ദരമീ ഭൂമിയിൽ സുന്ദരനാം എന്നെ സ്വന്തമാക്കിയേ. ചെയ്തേ. സുന്ദരനാം സുന്ദരമീ ഭൂമിയിൽ സുന്ദരനാം എന്നെ. കുഴലൂതി പാടിടാം കിന്നരങ്ങൾ മീട്ടിടാം. കുഴലൂതി പാടിടാം കിന്നരങ്ങൾ. ആ തന്താനോ തന്താനോ നൃത്തമാടിടാ. തന്താനോ. പഠിച്ചോ? സിമ്പിൾ അല്ലേ? തന്താനോ എങ്ങനെ ചെയ്തേ? തന്താനോ തന്താനോ. റെഡി? തന്താനോ. ആ ചാടി കളിക്കണം. ആർ യു റെഡി? മാലാഖയെ പോലെ കളിച്ചാലോ? രസിച്ചാലോ? ആടി പാടിയാലോ? എന്നാ പിന്നെ എന്താ നോക്കിയിരിക്കണേ? ചാടി എഴുന്നേറ്റ്. യെസ്, ഗുഡ്. നമുക്ക് സിയോൻ ചേട്ടായി നല്ല റിസൾട്ട് വരും. നന്നായിട്ട് കൈയൊക്കെ അടിച്ച് ആടി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചിരിച്ച് കൈയടിക്കണം. റെഡി? ഗോ. കം ഓൺ. റെഡി? കം ഓൺ. ആടിപ്പാടി ആ മാലാഖയെ പോലെ ചിരിച്ച്. കയ്യിലൊരു തപ്പെടുത്ത് സ്വർലോകം നോക്കി ഡുണ്ടുണ്ടും ഡുണ്ടുണ്ടും കൊട്ടിപ്പാടി. ചെയ്ത്. കയ്യിലൊരു ഡുണ്ടുണ്ടും കൊട്ടിപ്പാടിടാ. രക്ഷകനാമേശുവിനെ രക്ഷകനാമേശുവിനെ രക്ഷകനാം. ജിൽ ജിൽ പടപട ജിൽ 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 ജിൽ. ആ ജിൽ ജിൽ ജിൽ. ഒട്ടിക്കേ. തന്താനോ തന്താനോ നൃത്തമാടിട. കമാ തന്താനോ. കൈയടിച്ച് ആടിപ്പാടി ആടിപ്പാടി. കമാ. സുന്ദരനാമീശോ സുന്ദരമീ ഭൂമിയിൽ സുന്ദരനാം എന്നെ സ്വന്തമാക്കിയേ. സുന്ദരനാമീശോ സുന്ദരമീ ഭൂമിയിൽ സുന്ദരനാം എന്നെ. കുഴലൂതി പാടിടാം കിന്നരങ്ങൾ. കുഴലൂതി പാടിടാം കിന്നരങ്ങൾ. തന്താനോ തന്താനോ. Come on. തന്താനോ. കയ്യിലൊരു തപ്പെടുത്ത്. കയ്യിലൊരു തപ്പെടുത്ത് സ്വർലോകം. രക്ഷകനാമേശുവിനെ രക്ഷകനാ. ജിൽ ജിൽ പടപട ജിൽ ജിൽ. സ്പീഡില് ജിൽ. സ്പീഡില് ജിൽ ജിൽ. സ്പീഡില് സ്പീഡില് ജിൽ പട 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 ജിൽ ജിൽ. പട പട ജിൽ ജിൽ. എല്ലാവരും തന്താനോ 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 നൃത്തമാടിടാ. ആ തന്താനോ. ചാടികെ തന്താനോ തന്താനോ. ആ തന്താനോ നൃത്തമാടിടാ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ഒന്ന് അടുത്ത ആളോട് പറഞ്ഞേ സൂപ്പറായിട്ട് ചെയ്തു എന്ന് പറഞ്ഞേ. ഉറക്കെ പറ സൂപ്പറായിട്ട് ചെയ്തു. വെരി ഗുഡ്. അപ്പൊ ഈ സ്വർഗത്തിലെ രണ്ടാമത്തെ രസക്കാഴ്ചയിലേക്ക് പോവാണ്. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. എന്താണ്? പറയൂ എന്താണ് രണ്ടാമത്തെ സെഗ്മെന്റ്? അപ്പോ ഈ സെഗ്മെന്റിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമുക്ക് ഈശോയുടെ വചനവും കഥയൊക്കെ പങ്കുവെച്ച് തരുന്നത് ടോമി ചേട്ടായാണ്. ഒരുപാട് കാലങ്ങളായി കൊച്ചുകൂട്ടുകാരുടെ ഇടയിൽ യുവജനത്തിൻ്റെ ഇടയിലൊക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടായിയാണ്. ഡിവൈനിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. കൂടാതെ അദ്ദേഹം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ദൈവത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യം ചെയ്യാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ഒരു ചേട്ടായാണ് ടോമി ചേട്ടായി. ടോമി ചേട്ടായിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ജിൽ ജിൽ പടപട ക്ലാപ്പ്. ഏതാണ്?
എന്ത് ക്ലാപ്പാ കൊടുക്കുന്നേ? എടേ ചിൽ ജിൽ പടപടപട. ഓക്കെ, ചെയ്തൊന്ന്. ചിൽ ജിൽ പടപടപട. ടോൺ വരട്ടെ. ഓക്കെ, 1 2 3 ഗോ. ജിൽ ജിൽ പടപടപട. പറയട്ടെ എന്നാ. ടോമി ചേട്ടനെ വിളിച്ചാലോ? Are you ready? Yes. All stand up. Jill, Jill, pada pada, clap, go. Jill, Jill, pada pada pada. Are you happy? Yes. നമുക്ക് ഇന്നൊരു വചനം ഏറ്റു പറയാം. ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് 43-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. എൻ്റെ കൂടെ ഏറ്റു പറയാവോ? യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ പാടിയില്ലേ സുന്ദരന്മാരും സുന്ദരിമാരുമാണെന്ന്. എത്ര പേരുണ്ട് സുന്ദരിമാർ ഈ കൂട്ടത്തിൽ? സിൻസിയറായിട്ടൊന്ന് പറഞ്ഞേ, ഹൗ മെനി ഓഫ് യു? എത്ര പേരുണ്ട് സുന്ദരിമാരായിട്ട്? എത്ര പേരുണ്ട്? ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇത്തിരി സുന്ദരിയാണ് ഞാൻ? ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഞാൻ വേറൊരു ചോദ്യം. ഹൗ മെനി ഓഫ് യു ആർ ജെൻറ്റിൽ ഇനം? എത്ര ഹാൻസം ഇനം? എത്ര പേര് ഞാൻ ഇത്തിരി സൗന്ദര്യമുള്ള ചെക്കനാണ്, ഇത്തിരി അങ്ങനെയൊക്കെ തോന്നുന്നവർ ഒന്ന് കൈ ഉയർത്തേ. ഇരുന്നോ? എല്ലാവരും ഇരുന്നോ? പ്ലീസ് സിറ്റ് ഡൗൺ. ഞാൻ ഇത്തിരി ഹാൻസം ആണ് എന്ന് തോന്നുന്നവർ കൈ ഉയർത്തേ. വെരി ഗുഡ്. ഒരു കൈയടി കൊടുത്തേ ഇവർക്കൊക്കെ. ആൺകുട്ടികളെല്ലാവരും കൈ ഉയർത്തി. സത്യം ഇതാ, നിങ്ങളെല്ലാവരും സുന്ദരിമാരും സുന്ദരന്മാരുമാണ്. ഈശോയുടെ കൈ കൊണ്ടല്ലേ നമ്മൾ മെനയപ്പെട്ടത്. ആ കൈയാൽ നമ്മുടെ കണ്ണും കൈയും മൂക്കും ഒക്കെ ഉണ്ടാക്കിയതാ. അതുകൊണ്ട് നമ്മൾ സുന്ദരനാണ്, നിങ്ങൾ സുന്ദരിമാരാണ്. എൻ്റെ അടുത്തൊരു അപ്പച്ചനും അമ്മച്ചിയും കൂടി ഒരു കുഞ്ഞിനെ കൊണ്ട് കഴിഞ്ഞ മാസം വന്നു. ബ്രദറെ, ഈ കുഞ്ഞിനെ ഒന്ന് സംസാരിക്കണം. ഞാൻ വിചാരിച്ചു എന്തിനു സംസാരിക്കാൻ? കുഞ്ഞിനെ നോക്കിയപ്പോൾ സുന്ദരി കോത, നല്ല മിടുക്കി കൊച്ച്. ആ കൊച്ചിനോട് ഞാൻ കണ്ടപ്പോൾ സ്പ്രിങ് പോലെയുള്ള മുടി. ആ കൊച്ചിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കൊച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. മോളെ എന്തിനാ കരയണേ? അപ്പം അമ്മ പറ പറ പറ. ആ കൊച്ചൊന്നും പറയണില്ല. വീണ്ടും ഞാൻ ചോദിച്ചു, മോളെ എന്തെങ്കിലും പറ. ഞാൻ സ്കൂളിൽ പോവില്ല. എന്താ മോളെ പറ്റിയേ? സ്കൂളിൽ ചെല്ലുമ്പോൾ എന്നെ കളിയാക്കാന്ന് പിള്ളേർ. സ്പ്രിങ് പോലെയുള്ള മുടി കാരണം കാപ്പിരിന്നും പറഞ്ഞ് കളിയാക്കാന്ന്. ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ ഇന്ന് വലിയ വലിയ സ്കിൻ ക്ലിനിക്കിൽ പോയി മുടി ഇങ്ങനെ സ്പ്രിങ് ആക്കണേന് 80,000 രൂപയും GST കൊടുക്കണം. മോക്ക് ഈശോ ഫ്രീ ആയിട്ട് മുടി പിരിപിരിയാക്കി തന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഓക്കെ ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞതാ, ചിലർക്ക് സ്വയമായിട്ട് അവർ സുന്ദരിയാന്ന് ഉറപ്പില്ല. അയ്യോ എനിക്ക് വണ്ണമില്ല, എനിക്ക് പൊക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് അടിച്ചിരിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ സുന്ദരിമാരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞാൽ നമ്മളിലുള്ള കഴിവുകളൊക്കെ ഇങ്ങോട്ട് പുറത്തിളകി വരും. നമ്മൾ കൂടുതൽ ശക്തരായിത്തീരും. മനസ്സിലാവണ്ടോ ഞാൻ പറഞ്ഞത്? നിന്നെ രൂപപ്പെടുത്തിയത് ആരാ? ഈശോ. നിന്നെ മെനഞ്ഞെടുത്തത് ആരാ? ഈശോ. നിനക്ക് കളർ തന്നത് ആരാ? ഈശോ. നിനക്ക് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു മണം തന്നത് ആരാ? ഈശോ. നിനക്ക് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ തന്നത് ആരാ? ഈശോ. ഈ സത്യം നമ്മൾ അറിയണം, സ്വാതന്ത്ര്യം പ്രാപിക്കണം. നാണവും വെളിച്ചത്ത് വരാനുള്ള വിഷമവും ഇതെല്ലാം മാറി നമ്മൾ നല്ല ബോൾഡായി തീരണം. എത്ര പേര് സുന്ദരന്മാരും സുന്ദരിമാരും ഈ കൂട്ടത്തിലുണ്ട്? വെരി ഗുഡ്. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഈ വചനം എന്ന് ഏറ്റു പറയാം. ഏശയ്യായുടെ പുസ്തകത്തിൽ 43-ാം അധ്യായത്തിൽ
1-ാം വചനം ഞാൻ വായിക്കണേ. എൻ്റെ കൂടെ ഇത് ഏറ്റു പറയണം എല്ലാവരും. യാക്കോബേ, യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. വെരി ഗുഡ്. നമ്മുടെ പേര് ഈശോയാണ് ഇട്ടത്. നമ്മുടെ പേരാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കേണ്ടത്. ഡാ, വാടാ, പോടി എന്നൊന്നും വിളിക്കാൻ പാടില്ല. നമ്മുടെ പേര് ഈശോ ഇട്ടു, നമ്മളെ പേര് ചൊല്ലി വിളിച്ചു, രൂപപ്പെടുത്തി. അതുകൊണ്ട് ഇന്നു മുതൽ ആര് എവിടെ വെച്ച് നമ്മളോട് ചോദിച്ചാലും നമ്മൾ പറയണം, ഞാൻ സുന്ദരിയാണ്, ഈശോയുടെ സുന്ദരിയാണ്, ഞാൻ സുന്ദരനാണ്, ഈശോയുടെ സുന്ദരനാണ് എന്ന് പറയണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ നമ്മൾ സുന്ദരിമാരും സുന്ദരന്മാരുമാണ്. ഒന്ന് ഈശോയ്ക്ക് ഒരു കയ്യടി കൊടുത്തേ. നമ്മൾ ഈ വചനം ഭക്ഷിച്ചപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? നമ്മളൊക്കെ ആരാണ്? സുന്ദരന്മാരും സുന്ദരികളും ഈശോയുടെ സുന്ദരന്മാരാണ് അല്ലേ? ചിലര് രാവിലെ സ്കൂളിൽ പോകാൻ ലേറ്റ് ആയാലും കൂടുതൽ സമയം കളയുന്നത് കണ്ണാടി മുമ്പിലാണെന്ന് പറയാം അമ്മമാര്. എന്ന് പറഞ്ഞാൽ ഇത് നോക്കി മുടി ചീകി വീണ്ടും പൊട്ട് തൊട്ട് ഒരു 10 പ്രാവശ്യം പൊട്ട് തൊട്ടാൽ അങ്ങോട്ട് തൃപ്തി വരത്തില്ല. കാരണം നമുക്ക് നമ്മളെ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബേസിക്കലി നമ്മൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ഓക്കെയാണ്, എന്നെ ഈ ലോകത്തിൽ ദൈവം സ്പേഷ്യസ് അല്ലേ, ഒരു എന്താ പറയുക, ഒരു യുണീക്കായിട്ടാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു വെരി സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് എന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആരാണ്? ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഈ ലോകത്ത് എന്നെ പോലെ വേറെ ആരുമില്ല. പറഞ്ഞേ, ഈ ലോകത്ത് എന്നെ പോലെ ആരുമില്ല. നമ്മൾ ഈ സ്വർഗത്തിലെ 3ാമത്തെ കാഴ്ചയിലേക്ക്, 3ാമത്തെ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. 3ാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. എന്താണ് മക്കളെ? വിശുദ്ധരെ പരിചയപ്പെടാം. അപ്പോൾ വിശുദ്ധരെ നമ്മളൊന്ന് കേൾക്കാൻ പോവാണ്. കുറേ വിശുദ്ധരെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കുറേ വിശുദ്ധരുടെ നൊവേന ചൊല്ലുന്നുണ്ട്, കുറേ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ചിലപ്പോൾ പ്രെയർ കാർഡൊക്കെ വെച്ച് ചൊല്ലുന്നുണ്ട് അല്ലേ? ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ഈ സ്വർഗത്തിൽ നമ്മളെ കാണുന്ന കൂട്ടുകാരോട് നമുക്ക് വിശുദ്ധരെ കുറിച്ച് പറയണം. ഇന്ന് ആരാണ് ഈ സ്വർഗത്തിലേക്ക് വിശുദ്ധരെ കുറിച്ച് പറയാൻ വന്നിരിക്കുന്നത്? യെസ്, വരൂ. നല്ല ക്ലാപ്പ് കൊടുത്തവർക്ക്. മോൻ്റെ പേര് പറയൂ. ആൻസ്. ഓക്കെ, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൻസ് ആണ്. ഇന്ന് ഏത് വിശുദ്ധനെ കുറിച്ചാണ് പറയുന്നത്? വിശുദ്ധ ദേവസഹായം പിള്ളയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. പറഞ്ഞു. ഭാരതത്തിൽ നിന്നുള്ള ആദ്യത്തെ ആത്മായ വിശുദ്ധനാണ് വിശുദ്ധ ദേവസഹായം പിള്ള. പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തെ നട്ടാലം ഗ്രാമത്തിലെ ഒരു നായർ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. നീലകണ്ഠൻ പിള്ള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. മുതിർന്നപ്പോൾ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കാര്യദർശിയായി ജോലിയിൽ പ്രവേശിച്ചു. ഡച്ച് സൈന്യാധിപനായിരുന്ന ഡിലനോയുടെ സഹായകനായി മഹാരാജാവ് അദ്ദേഹത്തെ നിയമിച്ചു. ഡിലനോയിൽ നിന്നാണ് അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ചറിഞ്ഞത്. ക്രിസ്തുവിൽ ആകൃഷ്ടനായ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ച് ദേവസായം എന്ന പേര് സ്വീകരിച്ചു. മഹാരാജാവ് വിവരം അറിഞ്ഞ് ജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ ഉത്തരവിട്ടു. അതിന് തയ്യാറാകാതിരുന്ന അദ്ദേഹം അതിക്രൂരമായ മർദ്ദനമുറകൾ സഹിക്കേണ്ടി വന്നെങ്കിലും ക്രിസ്തുവിനെ പ്രതി പിള്ള അതെല്ലാം സഹിച്ചു. ഒടുവിൽ തൻ്റെ 40ാം വയസ്സിൽ കാറ്റാടി മലയിൽ ഒരു പാറയിൽ അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തി. അങ്ങനെ ധീരതയോടെ അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു. 2022 മെയ് 15 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. നമുക്കും ദേവസഹായം പിള്ളയെ പോലെ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കാം. കൂട്ടുകാരെ, ആൻസ് വളരെ ഭംഗിയായിട്ട് ദേവസഹായം പിള്ളയെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇനി നമ്മൾ ഒരു വിചിന്ത്ര വചനം കേൾക്കുകയാണ്. മോളുടെ പേര് പറയൂ. അന്ന റേച്ചൽ അല്ലേ? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. നമുക്ക് അന്ന പറയുന്ന വചനം കേൾക്കാം. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ ദേവസായം പിള്ളയെക്കുറിച്ച് നാം കേട്ടല്ലോ. വിശുദ്ധന്റെ ജീവിതം ആസ്പദമാക്കി ഞാൻ നിങ്ങളോടൊരു വചനം പറയാം. 2 തിമോത്തിയോസ് 3:12. യേശുകൃഷ്ണനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. നമുക്കും വിശുദ്ധിയിൽ വളരാൻ പരിശ്രമിക്കാം. വെരി ഗുഡ്.
രണ്ടുപേരും വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. രണ്ടുപേർക്കും ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്തേ. പോയിരുന്നു കേട്ടോ. ഈശോയുടെ മാലാഖമാരെ, നമ്മള് വിശുദ്ധരെ കുറിച്ച് കേട്ടു. ഇനി സ്വർഗത്തിലെ അടുത്തൊരു രസക്കാഴ്ച നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് താലന്ത് വർദ്ധിപ്പിക്കാം സെഗ്മെന്റ് ആണ്. 4ാമത്തെ സെഗ്മെന്റ് ആണ്. ഒന്നുകൂടെ പറഞ്ഞേ. അപ്പൊ ഇന്ന് ഈ 4th സെഗ്മെന്റിൽ ആരാണ് ഈശോയ്ക്ക് കഴിവ് കൊടുക്കാൻ വന്നിരിക്കുന്നത്? ഗുഡ്. വാ, ഒരു കൈയ്യടി കൊടുത്തവർക്ക്. ഈശോയ്ക്ക് വേണ്ടി ഡാൻസ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അല്ലേ? പേര് പറഞ്ഞേ. അന്ന. അന്ന എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 6th പഠിക്കുന്നു. അടുത്ത ആള് ഏഞ്ചൽ, 6th പഠിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എൽഡ്രീന എത്ര? 6th തന്നെ. ഓക്കെ, അപ്പൊ ഈ 3 പേരും ഈശോയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ കഴിവ് ഡാൻസ് രൂപത്തിൽ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ ഈ ഡാൻസ് പെർഫോമൻസ് ആസ്വദിക്കാം. അത് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. 3 പേരും തകർത്തു. ഒരു നല്ല കൈഡി കൊടുത്തവർക്ക്. ഇനി നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു തീം സോങ് ഒന്ന് പാടാൻ പോവാണ്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കളിച്ച് നമുക്ക് ഈ എപ്പിസോഡ് ബൈൻഡപ്പിലേക്ക് പോകാം. അടിപൊളിയായിട്ട് ഈശോയെ ഒന്നുകൂടെ സ്നേഹിക്കാൻ പോവാണ്. ആർ യു റെഡി? അപ്പൊ ഈ പ്രോഗ്രാമിന്റെ തീം സോങ് ഒന്ന് പെട്ടെന്ന് എല്ലാവരും നേരിട്ട് പാടിക്കേ. ഈശോയോടൊത്തു കളിക്കാലോ. പാടിക്കേ. ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലോ. ഈശോയോടൊത്ത് പ്രാക്ടീസ് ചെയ്തേ. തുള്ളിച്ചാടി രസിക്കാലോ. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. എന്നാ പിന്നെ നല്ല ഹൃദയൊക്കെ ഇട്ട് സീൻ ചേട്ടായി ഞങ്ങൾക്ക് നല്ല ഹൃദയമായോ അടിച്ചു പൊളിച്ച് ഞങ്ങൾ ഈശോയെ സ്നേഹിക്കട്ടെ. ആർ യു റെഡി? കം ഓൺ. ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി ചാടി രസിക്കാലോ. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖം. ഒരിക്കൽ കൂടെ ഈശോയോടൊത്ത്, ഈശോയോടൊത്ത്,
ഈശോയോടൊത്ത് മാലാകയെ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന മാലാകമാരായി വളരാലോ. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്കൊന്ന് ഇന്ന് തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് കൈകൂപ്പി പിടിച്ചേൻ. എപ്പിസോഡിന്റെ ബൈൻഡപ്പ് ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. ഒന്ന് കൈകൾ ഹൃദയത്തിന്റെ ഭാഗത്ത് കൂപ്പി പിടിച്ച് കണ്ണുകൾ അടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഈശോയെ, 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 ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങന്റെ ജീവനാണ് അങ്ങയുടെ ജീവനാണ് ഈ ലോകത്തിലെ ഈ ലോകത്തിലെ എല്ലാറ്റിനേക്കാളും എല്ലാത്തിനേക്കാളും കൂടുതലായി ഞാൻ അങ്ങയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു. എന്നെ പേര് ചൊല്ലി എന്റെ പേര് ചൊല്ലി വിളിച്ചതിന് സ്നേഹിച്ചതിന് എനിക്ക് രൂപവും ഭംഗിയും എനിക്ക് രൂപവും ഭംഗിയും തന്നതിന് തന്നതിന് കഴിവുകൾ തന്നതിന് തന്നതിന് നന്ദി പറയുന്നു. നന്ദി പറയുന്നു. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. മാലാഖയെ പോലെ മാലാഖയെ പോലെ വളരുവാൻ എന്നെ സഹായിക്കണേ. സഹായിക്കണേ. കണ്ടു തുറന്നേ. സിറ്റ് ഡൗൺ. നോക്കിയേ, ചന്ദ്രൻ ഇവിടേക്ക് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഇരിപ്പുണ്ട്. അവിടെയല്ല, എൻ്റെ കയ്യിലേക്ക് നോക്കിയേ. ഈ ബൗളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേര് എഴുതിയിട്ടിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡിൽ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് ആരാണെന്ന് അറിയാനുള്ള സമയമാണ്. ഇന്ന് ആരാണ് വന്ന് നമുക്കിതിൽ നിന്ന് എടുക്കാം. വാ മോള് വായോ. ഇതിൽ നിന്ന് ഒരു പേപ്പർ എടുക്കാൻ പോകണം. ഒരു കൈയടി കൊടുത്തേ. ഓപ്പൺ ഓപ്പൺ. കൈയടിക്കാമോ? അൽറീന ജാസ്മിൻ. മോള് പോയിരുന്നു. അൽറീനയ്ക്ക് ഒരു കൈയടി കൊടുക്കോ. അപ്പൊ അൽറീനയാണ് ഈ എപ്പിസോഡിൽ, ഈ സ്വർഗത്തിൽ ഇന്ന് ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ്. കൈയടിക്കാമോ? അൽറീന പോയിട്ട് ആ ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കും. മാലാകക്കൂട്ടം.com ചങ്ക് പ്രേക്ഷകരായ കൂട്ടുകാരെ, ഈ മാലാകക്കൂട്ടത്തിന്റെ രസക്കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും വരുന്നവരെയും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്തേ. ആ കൂട്ടുകാരെ നോക്കിയിട്ട് ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞേ. നമുക്ക് എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യാം. ബൈ, ടാറ്റ.